Hi students, welcome to a lecture series of Special Relativity. കഴിഞ്ഞ ലെക്ചറിൻ്റെ കണ്ടിന്യൂവേഷനാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് റിലേറ്റിവിസ്റ്റിക് ഡോപ്ലർ ഇഫക്റ്റ്. കഴിഞ്ഞ ലെക്ചറിൽ നമ്മൾ അവസാനം സംസാരിച്ചത് സൗണ്ട് വേവ്സിനെ കുറിച്ചായിരുന്നു. സൗണ്ട് വേവ്സിൻ്റെ ഡോപ്ലർ ഇഫക്റ്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിരുന്നു. സൗണ്ട് വേവ്സ് എന്ന് പറയുന്നത് വളരെ ലോ സ്പീഡിൽ ട്രാവൽ ചെയ്യുന്ന വേവ്സ് ആണ്. ക്ലാസിക്കൽ ന്യൂട്ടോണിയൻ മെക്കാനിക്സ് അല്ലെങ്കിൽ ക്ലാസിക്കൽ ഫിസിക്സ് ഉപയോഗിച്ചുകൊണ്ട് സൗണ്ട് വേവ്സിൻ്റെ ഡോപ്ലർ ഇഫക്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. പക്ഷെ ഇവിടെ റിലേറ്റിവിറ്റിയാണ്. ലൈറ്റ് വേവ്സിനെ കുറിച്ചാണ് ഡോപ്ലർ ഇഫക്റ്റ് സംസാരിക്കുന്നത്. ഡോപ്ലർ ഇഫക്റ്റ് ഇൻ ലൈറ്റ് ഫോർ ലൈറ്റ് വേവ്സ് ആണ് നമ്മൾ സംസാരിക്കുന്നത്. റിലേറ്റിവിസ്റ്റിക് സ്പീഡ്, ലൈറ്റിൻ്റെ സ്പീഡിലാണ്. ലൈറ്റിൻ്റെ സ്പീഡ് എന്ന് പറഞ്ഞാൽ സി ആണ്. സി സ്പീഡിൽ വേവ്സ് ട്രാവൽ ചെയ്യുമ്പോൾ അവിടെ റിലേറ്റിവിസ്റ്റിക് പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്യേണ്ടി വരും. അപ്പോൾ ലെങ്ത് കോൺട്രാക്ഷൻ, ടൈം ഡയലേഷൻ പോലുള്ള റിലേറ്റിവിസ്റ്റിക് ഫിനോമിനകൾ ഉണ്ടാവും. അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ഫിനോമിനയാണ് റിലേറ്റിവിസ്റ്റിക് ഡോപ്ലർ ഇഫക്റ്റ് എന്ന് പറയുന്നത്. കഴിഞ്ഞ ലെക്ചറിൽ നമ്മൾ അവസാനം ഡിസ്കസ് ചെയ്തത് സൗണ്ട് വേവ്സിനെ സംബന്ധിച്ചിടത്തോളം സോഴ്സും ഒബ്സർവറും തമ്മിലുള്ള റിലേറ്റീവ് സ്പീഡിനെ മാത്രമല്ല ഡോപ്ലർ ഷിഫ്റ്റ് ഡിപ്പെൻഡ് ചെയ്യുന്നത്, സോഴ്സിൻ്റെയും ഒബ്സർവറിൻ്റെയും ഇൻഡിവിജ്വൽ സ്പീഡിനെ അടക്കം അത് വിത്ത് റെസ്പെക്ട് ടു മീഡിയം അത് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി. ഒരു എക്സാമ്പിൾ വെച്ച് നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്തു. പക്ഷേ ലൈറ്റ് വേവ്സിനെ സംബന്ധിച്ചിടത്തോളം ലൈറ്റ് വേവ്സ് മീഡിയം പോലും ആവശ്യമില്ലാതെ ട്രാവൽ ചെയ്യുന്ന വേവ്സ് ആയതുകൊണ്ട് തന്നെ ഒരു ഇൻഡിവിജ്വൽ സ്പീഡിന് ഇവിടെ പ്രാധാന്യം വരുന്നില്ല. സോഴ്സും ഒബ്സർവറും തമ്മിലുള്ള റിലേറ്റീവ് സ്പീഡിനെ മാത്രമേ ഡോപ്ലർ ഷിഫ്റ്റ് ഇൻ ഫ്രീക്വൻസി ഡിപ്പെൻഡ് ചെയ്യുള്ളൂ എന്ന് നമ്മൾ തെളിയിക്കാൻ പോവാണ്. നമ്മളത് റിലേഷൻ ഡിറൈവ് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതെങ്ങനെ ഡിസ്കസ് ചെയ്യുന്നു എന്നുള്ളതാണ് ഈ ലെക്ചറിൽ നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. എന്താണ് റിലേറ്റിവിസ്റ്റിക് ഡോപ്ലർ ഇഫക്റ്റ്, അതിൻ്റെ ഫോർമുല എന്താണ്, അതിൻ്റെ ആപ്ലിക്കേഷൻ എന്താണ് എന്നുള്ളതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. സോ നമുക്ക് ഒരു കാര്യം ചെയ്യാം. ഒരു ലൈറ്റ് സോഴ്സ് ഉണ്ടെന്ന് വിചാരിച്ചു. യു കൺസിഡർ എ ലൈറ്റ് സോഴ്സ്. ലൈറ്റ് സോഴ്സ് എസ്. ഒരു ലാമ്പ് ആവാം, ഒരു സ്റ്റാർ ആവാം, ഗാലക്സിയിൽ നിന്ന് വരുന്ന ഒരു ലൈറ്റ് ആവാം, എന്ത് വേണമെങ്കിൽ ആവാം. ഒരു സോഴ്സ് ഉണ്ടെന്ന് വിചാരിച്ചു. ആ സോഴ്സിനെ എസ് എന്ന് റെപ്രസെൻ്റ് ചെയ്തു. ഇതിൽ നിന്ന് ലൈറ്റ് വേവ്സ് എമിറ്റ് ചെയ്യുന്നുണ്ട്. ലൈറ്റ് വേവ്സ് എമിറ്റ് ചെയ്യുന്ന സ്പീഡ് സി ആയിരിക്കും. വാക്വത്തിലാണെന്ന് വിചാരിക്കാം. ഇതിൻ്റെ ഫ്രീക്വൻസി തൽക്കാലം എഫ് എന്ന് കൺസിഡർ ചെയ്യാം. ഹിയർ വി ഹാവ് എൻ ഒബ്സർവർ. അപ്പോൾ ഒരു ഡിസ്റ്റൻറ്റ് ഗാലക്സിയിൽ നിന്ന് വരുന്ന ഒരു ലൈറ്റിനെ എർത്തിൽ നിൽക്കുന്ന ഒരു ഒബ്സർവ് ചെയ്യുന്നുണ്ടെന്ന് വിചാരിച്ചാൽ മതി. ഒബ്സർവർ നമുക്ക് കൺസിഡർ ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ പല രീതിയിൽ കൺസിഡർ ചെയ്യാം. ഒരു ഒബ്സർവർ മൂവ് ചെയ്യുന്നൊരു ഒബ്സർവർ ഒരു ലൈറ്റ് സോഴ്സിനെ ഒബ്സർവ് ചെയ്തു എന്ന് കൺസിഡർ ചെയ്യാം. അല്ലെങ്കിൽ ലൈറ്റ് സോഴ്സ് മൂവ് ചെയ്യുമ്പോൾ ഒരു ഒബ്സർവർ ഒബ്സർവ് ചെയ്തു എന്ന് നമുക്ക് കൺസിഡർ ചെയ്യാം. പല രൂപത്തിൽ കൺസിഡർ ചെയ്യാം. ഇപ്പോൾ ഈ ഒബ്സർവർ മെഷർ ചെയ്യുന്ന ഫ്രീക്വൻസി എഫ് പ്രൈം എന്ന് നമുക്ക് കൺസിഡർ ചെയ്യാം. ഇതാണ് പ്രോബ്ലം. ഓക്കെ, അപ്പോൾ ഈ സോഴ്സും ഒബ്സർവറും തമ്മിലുള്ള റിലേറ്റീവ് മോഷൻ്റെ ഭാഗമായിട്ട് ഒരു റിലേഷൻ ഡിറൈവ് ചെയ്തെടുക്കും. ആ റിലേഷൻ നമുക്ക് കിട്ടാൻ പോകുന്ന റിലേഷൻ റിലേറ്റീവ് സ്പീഡ് ബിറ്റ്വീൻ നമുക്ക് കൺസിഡർ ചെയ്യാം. റിലേറ്റീവ് സ്പീഡ് ബിറ്റ്വീൻ സോഴ്സ് ആൻഡ് ഒബ്സർവർ വി ആണെന്ന് കൺസിഡർ ചെയ്യും. ഓക്കെ, അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് സോഴ്സ് ഇപ്പോൾ സോഴ്സിൻ്റെയും മൂവ്മെൻറ്റ് വെച്ചിട്ടൊരു റിലേഷൻ ഡിറൈവ് ചെയ്യാം. അപ്പോൾ ഡിറൈവേഷനിലേക്കാണ് നമ്മൾ എത്തുന്നത്. അപ്പം അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു സിമ്പിൾ സിറ്റുവേഷൻ കൺസിഡർ ചെയ്യാം. ഹിയർ വി ഹാവ് എൻ ഒബ്സർവർ. who is at rest, and your source is also at rest. അപ്പോൾ നമ്മൾ മെഷർ ചെയ്യുന്ന ഫ്രീക്വൻസിയാണ് എഫ്. അപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യാൻ പോവാണ് ഈ ഒബ്സർവർ ഒരു ടൈം ഇൻ്റർവൽ ഡെൽറ്റ ടി 0 ഒരു 10 മിനിറ്റ്സിനോ അല്ലെങ്കിൽ 5 മിനിറ്റ്സിനോ അല്ലെങ്കിൽ 20 സെക്കൻഡ്സിനോ ഏതെങ്കിലും ഒരു ടൈം ഇൻ്റർവെല്ലിൽ ഡെൽറ്റ ടി 0 ഒബ്സർവർ അതിലൊരു ക്ലോക്ക് ഉണ്ട്, അതിലൊരു ടൈം ഇൻ്റർവെൽ മെഷർ ചെയ്യുന്നു.
ഈ സോഴ്സ് റെസ്റ്റിലാണ്, ഒബ്സർവർ റെസ്റ്റിലാണ്. ആ ടൈം ഇൻ്റർവെല്ലിൽ ഹി ഡിറ്റക്ട്സ് ഒബ്സർവർ O who is at rest detects n waves. അതായത് അയാൾ ആ സമയം ഒരു n വേവ്സ് ഡിറ്റക്ട് ചെയ്തു എന്ന് വിചാരിക്കുക, പുറത്തേക്ക് വന്നതായിട്ട് അയാൾ ഡിറ്റക്ട് ചെയ്തു എന്ന് വിചാരിക്കുക. പിന്നെ ടൈം ഇൻ്റർവെൽ ഡെൽറ്റ ടി സീറോ. സോ എങ്ങനെയാണ് നമുക്ക് ഡെൽറ്റ ടി സീറോ എഴുതാൻ പറ്റുക? ഡെൽറ്റ ടി സീറോ എന്ന് പറയുന്നത് n/f ആയിരിക്കും. 1/f എന്ന് പറഞ്ഞാൽ ടൈം പീരീഡ് ആണ്. ടൈം ടേക്കൻ ഫോർ വൺ വേവ്. അങ്ങനെയാണെങ്കിൽ n വേവ്സിന് ഡെൽറ്റ ടി സീറോ സമയമാണ് കിട്ടുക. അപ്പോൾ പറഞ്ഞാൽ മനസ്സിലായിട്ടോ എന്ന് വിചാരിക്കുന്നു. ഒബ്സർവർ O who is at rest and source is also at rest with respect to him. He detects n waves in a time interval delta t0. So delta t0 will be equal to n/f. ക്ലിയർ ആണ്? ഓക്കെ, ഇതുവരെയുള്ള കാര്യങ്ങൾ വളരെ ക്ലിയർ ആണ്. ഇനി വേറൊരു ഒബ്സർവറെ എടുക്കാൻ പോവാണ്. ഇവിടെ ഒരു ഒബ്സർവർ O പ്രൈം എന്ന് പറയുന്ന ഒരു ഒബ്സർവർ ഉണ്ടെന്ന് വിചാരിച്ചു. That observer is moving away from the source with a velocity v. So consider another observer. O prime who is moving away from source s with a speed v. ഇനി ഇയാളുടെ ഫ്രെയിമിൽ നോക്കുമ്പോൾ അയാളും ഈ പ്രോസസ് n വേവ്സിനെ ഡിറ്റക്ട് ചെയ്യുന്നുണ്ട്. ഹി ഡിറ്റക്ട്സ് a time interval ഡെൽറ്റ ടി പ്രൈം. അയാളെ സംബന്ധിച്ചിടത്തോളം ഡെൽറ്റ ടി സീറോ ആയിരിക്കില്ല കിട്ടുക, വേറൊരു ടൈം ഇൻ്റർവൽ ആയിരിക്കും. കാരണം എന്താ? ഇയാളുടെ കയ്യിൽ ക്ലോക്ക് ഉണ്ട്, ഇയാൾ മൂവ് ചെയ്യാണ്. സോ സോഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇയാൾ മൂവ് ചെയ്യുന്നതുകൊണ്ട് ഒരു റിലേറ്റീവ് മോഷനിലാണ്. അപ്പോൾ അവിടെ ടൈം ഡൈലേഷൻ, റിലേറ്റിവിറ്റി പ്രകാരം ടൈം ഡൈലേഷൻ ഇഫക്റ്റ് വരും. ഡെൽറ്റ ടി പ്രൈം ആണ് അയാൾ മെഷർ ചെയ്യുക. ആ ഡെൽറ്റ ടി പ്രൈം എന്ന് പറയുന്നത് ഡെൽറ്റ ടി സീറോ ഡിവൈഡഡ് ബൈ റൂട്ട് 1 - v²/c² ആണ്. ഒരു ടൈം ഡൈലേഷൻ ഇഫക്റ്റ് ഉണ്ടാവും. ഇപ്പോൾ രണ്ട് ഒബ്സർവർക്കും കിട്ടുന്ന ടൈം ഇൻ്റർവൽ എന്ന് പറയുന്നത് 2 ആയിരിക്കും. സോ ഡെൽറ്റ ടി പ്രൈം ഇസ് ഈക്വൽ ടു ഡെൽറ്റ ടി സീറോ ഡിവൈഡഡ് ബൈ റൂട്ട് 1 - v²/c² ആയിരിക്കും. ഓക്കെ, അപ്പോൾ കാര്യങ്ങൾ ക്ലിയർ ആയി വിചാരിക്കുന്നു. ഒരു ഒബ്സർവർ ഇവിടെ നിന്ന് ഡെൽറ്റ ടി സീറോ ടൈം ഇൻ്റർവൽ മെഷർ ചെയ്യുന്നു. അയാൾ അതിൽ n വേവ്സ് ഡിറ്റക്ട് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഡെൽറ്റ ടി സീറോ n/f എന്ന് എഴുതി. പക്ഷേ മറ്റൊരു ഒബ്സർവർ ഹി ഈസ് മൂവിങ് അവേ ഫ്രം ദ സോഴ്സും ഒബ്സർവറും തമ്മിൽ റിലേറ്റീവ് മോഷൻ ഉണ്ട്. അവേ ഫ്രം ദ ഒബ്സർവർ ആകുമ്പോൾ ഹി ഡിറ്റക്ട്സ് ഡ്യൂ ടു ടൈം ഡൈലേഷൻ ഹിസ് ടൈം ഇൻ്റർവൽ വിൽ ബി ഡിഫറെൻറ്റ് ഫ്രം റിലേറ്റിവിറ്റിയുടെ ബേസിക് പ്രിൻസിപ്പിൾ ആണ്. ഡെൽറ്റ ടി സീറോ ടി പ്രൈം ഇസ് ഈക്വൽ ടു ഡെൽറ്റ ടി സീറോ ഡിവൈഡഡ് ബൈ റൂട്ട് 1 - v²/c². അപ്പോൾ ഈ പടം ഈ ഫിഗർ ഞാനൊന്നും കൂടി മനസ്സിലാക്കാൻ വേണ്ടി വരയ്ക്കുകയാണ്. ഇപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞ ഒബ്സർവർ എന്ന് പറയുന്നത് O ഇവിടെയാണ് ഇരുന്നിരുന്നത്. അയാൾ ഇങ്ങോട്ട് നീങ്ങുന്നു. ഈ ഫ്രെയിമിൽ നിന്നുകൊണ്ടാണ് നമ്മൾ കൈകാര്യം ചെയ്തത്. ഇനി O പ്രൈം ഫ്രെയിമില് O പ്രൈമിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഈ ഒരു ബിഹേവിയർ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ഒരു O പ്രൈം എന്ന് പറയുന്ന ഒരു ഒബ്സർവർ ഉണ്ടെങ്കിൽ O പ്രൈമിൻ്റെ ഫ്രെയിമിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എങ്കിൽ O പ്രൈം ഇങ്ങോട്ട് മൂവ് ചെയ്യുമ്പോൾ വലതുവശത്തേക്ക് v സ്പീഡിൽ ട്രാവൽ ചെയ്യുമ്പോൾ O പ്രൈമിന് ഫീൽ ചെയ്യുക സോഴ്സ് ലെഫ്റ്റിലേക്ക് ബാക്ക്വേർഡ് മൂവ് ചെയ്യുന്നതായിട്ടും
ലൈറ്റ് ഇത് എമിറ്റ് ചെയ്യുന്നുണ്ട്. ലൈറ്റ് ഇങ്ങോട്ട് സി സ്പീഡിൽ ട്രാവൽ ചെയ്യുന്നതായിട്ടും കാണാൻ സാധിക്കും. അപ്പോൾ ആ പടം ഫിഗർ എന്ന് പറയുന്നത് ഓ പ്രൈമിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുകയാണെങ്കിൽ രണ്ടുപേരും തുടക്കത്തിൽ ഇവിടെയായിരുന്നു. ഓയും ഓ പ്രൈമും ഇവിടെ തന്നെയായിരുന്നു. ഓ എന്ന് പറഞ്ഞാൽ സോഴ്സ് അല്ലെങ്കിൽ ഓ അല്ലെങ്കിൽ എസ് ഇവിടെയായിരുന്നു. ഇനി ഓ പ്രൈം ഇങ്ങോട്ട് നീങ്ങുമ്പോൾ ഹി ഫീൽസ് ദാറ്റ് ഹിസ് ദ സോഴ്സ് ഈസ് മൂവിങ് ബാക്ക്വേർഡ്. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. ഓ പ്രൈമിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിൽക്കുമ്പോൾ സോഴ്സ് ഇങ്ങോട്ട് നീങ്ങുന്നതായിട്ടും ലൈറ്റ് വേവ് ഇങ്ങോട്ട് ട്രാവൽ ചെയ്യുന്നതായിട്ടും അയാൾക്ക് കൺസിഡർ ചെയ്യും. ലൈറ്റ് വേവ് എന്തായാലും ഈ സൈഡിലേക്കാണ് മൂവ് ചെയ്യുന്നത്. ലൈറ്റ് ഇങ്ങനെ ട്രാവൽ ചെയ്യുന്നു, സി സ്പീഡിൽ ട്രാവൽ ചെയ്യുന്നു. അപ്പോൾ ഒരു ഡെൽറ്റ ടി പ്രൈം ടൈം ഇന്റർവെല്ലിൽ ഇറ്റ് വിൽ ട്രാവൽ സി ഡെൽറ്റ ടി പ്രൈം. സോ തുടക്കത്തിൽ ഒബ്സർവർ ഇവിടെയായിരുന്നു എന്ന് വിചാരിക്കുക, ഓ ഇവിടെയായിരുന്നു എന്ന് വിചാരിക്കുക, ഓ ഇവിടെയായിരുന്നു എന്ന് വിചാരിക്കുക. ഓ പ്രൈമിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ ഓ പ്രൈം വലത്തോട്ട് നീങ്ങുമ്പോൾ ഓ ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്തതായിട്ടും സോഴ്സ് ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്തതായിട്ടും വി സ്പീഡിൽ ലെഫ്റ്റിലേക്ക്, അതായത് ഇത് ഇങ്ങോട്ട് ഓ പ്രൈം ഇങ്ങനെ മൂവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഓ ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നതായിട്ടാണ് ഓ പ്രൈമിന് ഫീൽ ചെയ്യുക, ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്തതായിട്ട്. അപ്പോൾ ഓ എന്ന് പറഞ്ഞാൽ സോഴ്സ് ഇങ്ങോട്ട് നീങ്ങിയതായിട്ടും ഡെൽറ്റ ടി പ്രൈം സമയം കൊണ്ട് വി ഡെൽറ്റ ടി പ്രൈം ഇങ്ങോട്ട് ട്രാവൽ ചെയ്തതായിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ സോഴ്സിൽ നിന്ന് ലൈറ്റ് വേവ്സ് കണ്ടിന്യൂസ് ആയിട്ട് എമിറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പോൾ എന്നാൽ ലൈറ്റ് വേവോ സി ഡെൽറ്റ ടി പ്രൈം ദൂരം റൈറ്റിലേക്ക് മൂവ് ചെയ്തതായിട്ടും കാണും. അപ്പോൾ ഇത് വി ഡെൽറ്റ ടി പ്രൈം സോഴ്സ് ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്തതായിട്ടും ലൈറ്റ് വേവ് സി ഡെൽറ്റ ടി പ്രൈം റൈറ്റിലേക്ക് മൂവ് ചെയ്തതായിട്ടും ഫീൽ ചെയ്യും. സോ ഈ ഓ പ്രൈമിന്റെ പോയിന്റ് ഓഫ് വ്യൂവില് ആഫ്റ്റർ ഡെൽറ്റ ടി പ്രൈം, ആഫ്റ്റർ എ ടൈം ഡെൽറ്റ ടി പ്രൈം, എസ് മൂവ്സ് backward a distance v delta t prime and light moves forward with a distance c delta t prime. സോ ടോട്ടൽ ലെങ്ത് എത്ര വരും? ഈ സോഴ്സും ഒബ്സർവറും തമ്മിലുള്ള ടോട്ടൽ ഡിസ്റ്റൻസ്, ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്, ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് സോഴ്സ് ബാക്ക്വേർഡ് പി ഡെൽറ്റ ടി പ്രൈം ട്രാവൽ ചെയ്തതും ലൈറ്റ് സി ഡെൽറ്റ ടി പ്രൈം ട്രാവൽ ചെയ്തതുമായിട്ടുള്ള ദൂരം കിട്ടും. ഈ ദൂരത്തിലാണ് നിങ്ങൾക്ക് എൻ വേവ്സിനെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റുക. അപ്പോൾ ഡെൽറ്റ ടി പ്രൈം സമയം കൊണ്ട് എൻ വേവ്സ് ജനറേറ്റ് ചെയ്യപ്പെട്ടെങ്കിൽ ഓ പ്രൈം ഒബ്സർവറിനെ സംബന്ധിച്ചിടത്തോളം അയാള് മൊത്തം കവർ ചെയ്യുന്ന ലെങ്ത് എന്ന് പറയുന്നത്, ആ സമയം കൊണ്ട് കവർ ചെയ്യുന്ന ലെങ്ത് അല്ലെങ്കിൽ അയാൾ മെഷർ ചെയ്യുന്ന ലെങ്ത് എന്ന് പറയുന്നത് വി ഡെൽറ്റ ടി പ്രൈം പ്ലസ് സി ഡെൽറ്റ ടി പ്രൈം ആയിരിക്കും. അതിൽ എൻ വേവ്സ് ഉണ്ടായിരിക്കും. എൻ വേവ്സിനെ അയാൾ മെഷർ ചെയ്യുന്ന ലെങ്ത് എന്ന് പറയുന്നത് ഇത്രയും വരും. ഓക്കെ, ഫോർ എൻ വേവ് ഹി മെഷേഴ്സ് എ ലെങ്ത് സി ഡെൽറ്റ ടി പ്രൈം പ്ലസ് ബി ഡെൽറ്റ ടി പ്രൈം വിച്ച് ഈസ് ഇക്വേഷൻ നമ്പർ 3. അതിൽ എൻ വേവ്സ് ഉണ്ടാവും. അപ്പോൾ വേവ് ലെങ്ത് എത്ര വരും? വേവ് ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്താ? ലെങ്ത് ഓഫ് വൺ വേവ്. ലെങ്ത് ഓഫ് വൺ വേവ് എന്ന് പറഞ്ഞാൽ അതിനെ നമുക്ക് ലാംഡ പ്രൈം എന്ന് റെപ്രസെന്റ് ചെയ്യാം. ഈ ഒബ്സർവ് ചെയ്യുന്ന വേവ് ലെങ്ത്തിനെ ലാംഡ പ്രൈം എന്ന് മെഷർ ചെയ്യാം. ടോട്ടൽ ലെങ്ത്തിനെ എൻ വേവ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ടോട്ടൽ ലെങ്ത് ഡിവൈഡഡ് ബൈ എൻ വേവ്സ്. അപ്പോൾ വി ഡെൽറ്റ ടി പ്രൈം പ്ലസ് സി ഡെൽറ്റ ടി പ്രൈം ഡിവൈഡഡ് ബൈ എൻ. ഓക്കെ, ഈ ഫിഗർ ഞാൻ ഒന്നുകൂടി വൃത്തിയിൽ വരയ്ക്കാം. ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എന്താ വെച്ചാൽ ഒരു സോഴ്സ്, ഒരു ഒബ്സർവർ, ഓ പ്രൈം ഈസ് മൂവിങ് വിത്ത് എ വെലോസിറ്റി v,
സോ സോഴ്സിൽ നിന്ന് എമിറ്റ് ചെയ്യുന്ന ലൈറ്റ് അതിൻ്റെ ഫ്രീക്വൻസി എഫ് ആണ്. അവിടെയുള്ള വേവ് ലെങ്ത് തൽക്കാലം വേണമെങ്കിൽ ലാംഡ എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒബ്സർവർ ഒബ്സർവ് ചെയ്യുന്ന ഒബ്സർവ് ചെയ്യുന്ന ഫ്രീക്വൻസി എഫ് പ്രൈമും വേവ് ലെങ്ത് ലാംഡ പ്രൈമും ആണെന്ന് വിചാരിക്കുക. സോ ലാംഡ പ്രൈം ഇസ് ഈക്വൽ ടു ടോട്ടൽ ലെങ്ത് ഡിവൈഡഡ് ബൈ എൻ. വി ഡെൽറ്റ ടി പ്രൈം ഈ ഫിഗർ വെച്ചിട്ട് വി ഡെൽറ്റ ടി പ്രൈം ഡിവൈഡഡ് ബൈ പ്ലസ് സി ഡെൽറ്റ ടി പ്രൈം ഡിവൈഡഡ് ബൈ എൻ എന്ന് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത് ഇക്വേഷൻ നമ്പർ 4 എന്ന് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, ഫ്രം ഇക്വേഷൻ നമ്പർ 1 നമ്മൾ എഴുതിയത് ഡെൽറ്റ ടി സീറോ ഇസ് ഈക്വൽ ടു എൻ ബൈ എഫ് എന്നാണ്. സോ എൻ ഇസ് ഈക്വൽ ടു എഫ് ഡെൽറ്റ ടി സീറോ എന്ന് എഴുതാം. സോ ദെയർഫോർ യു ക്യാൻ റൈറ്റ് ലാംഡ പ്രൈം ഇക്വേഷൻ നമ്പർ 4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ലാംഡ പ്രൈം ഇസ് ഈക്വൽ ടു വി ഡെൽറ്റ ടി പ്രൈം പ്ലസ് സി ഡെൽറ്റ ടി പ്രൈം ഡിവൈഡഡ് ബൈ എഫ് ഡെൽറ്റ ടി സീറോ. Okay, which is equation number 5. So lambda prime എന്ന് പറയുന്നത് എന്താ? വേവ് ലെങ്ത് with respect to observer O prime. So what is frequency with respect to observer with respect to O prime? അപ്പോൾ നമുക്കതിനെ എഫ് പ്രൈം എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. എഫ് പ്രൈം ഇസ് ഈക്വൽ ടു സി ബൈ ലാംഡ പ്രൈം നിങ്ങൾക്ക് അറിയുന്ന റിലേഷനാണ്. അപ്പോൾ സി ഇൻറ്റു 1 ബൈ ലാംഡ പ്രൈം, അപ്പോൾ സി ഇൻറ്റു എഫ് ഡെൽറ്റ ടി സീറോ ഡിവൈഡഡ് ബൈ വി പ്ലസ് സി പ്ലസ് വി ഇൻറ്റു ഡെൽറ്റ ടി പ്രൈം എന്ന് എഴുതും. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു കാര്യം ചെയ്യാം. സി എഫ് ഡെൽറ്റ ടി സീറോ ഡിവൈഡഡ് ബൈ താഴെ ഡിനോമിനേറ്ററിൽ സി കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്താൽ 1 പ്ലസ് വി ബൈ സി ഇൻറ്റു ഡെൽറ്റ ടി പ്രൈം എന്ന് എഴുതാം. അപ്പോൾ ഈ സിയും വെട്ടിപ്പോയി. സോ എഫ് പ്രൈം വിൽ ബി ഈക്വൽ ടു എഫ് ഡെൽറ്റ ടി സീറോ ഡിവൈഡഡ് ബൈ 1 പ്ലസ് വി ബൈ സി ഇൻറ്റു ഡെൽറ്റ ടി പ്രൈം എന്ന് എഴുതാം. ഓക്കെ, ഇക്വേഷൻ നമ്പർ 6. ഇനി നമ്മൾ ഡെൽറ്റ ടി പ്രൈമിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഡെൽറ്റ ടി പ്രൈം എന്ന് പറയുന്നത് നമുക്കറിയാം ടൈം ഡൈലേഷൻ റിലേഷൻ പ്രകാരം. ബട്ട് ഡെൽറ്റ ടി പ്രൈം ഈസ് ഈക്വൽ ടു ഡെൽറ്റ ടി സീറോ ഡിവൈഡഡ് ബൈ റൂട്ട് 1 മൈനസ് വി സ്ക്വയർ ബൈ സി സ്ക്വയർ. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ഇൻ ഇക്വേഷൻ നമ്പർ 6. സോ എഫ് പ്രൈം ഇസ് ഈക്വൽ ടു എഫ് ഇൻറ്റു ഡെൽറ്റ ടി സീറോ ഡിവൈഡഡ് ബൈ 1 plus v by c into delta t0 divided by root 1 minus v square by c square. അപ്പോൾ ഈ ഡെൽറ്റ ടി സീറോയും ഈ ഡെൽറ്റ ടി സീറോയും വെട്ടിപ്പോയി. എഫ് റൂട്ട് 1 മൈനസ് വി സ്ക്വയർ ബൈ സി സ്ക്വയർ ഡിവൈഡഡ് ബൈ 1 പ്ലസ് വി ബൈ സി. ഓക്കെ, എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറയുന്നത് എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി എന്ന് എഴുതാം. സോ എഫ് റൂട്ട് 1 മൈനസ് വി സ്ക്വയർ ബൈ സി സ്ക്വയർ എന്നുള്ളതിന് 1 മൈനസ് വി ബൈ സി ഇൻറ്റു 1 പ്ലസ് വി ബൈ സി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഹോൾ ഡിവൈഡഡ് ബൈ 1 പ്ലസ് വി ബൈ സി എന്ന് എഴുതാം. അപ്പോൾ ഇവിടെ റൂട്ട് 1 പ്ലസ് വി ബൈ സി ഉണ്ട്, താഴെ 1 പ്ലസ് വി ബൈ സി ഉണ്ട്. അത് രണ്ടും വെട്ടിക്കളയുമ്പോൾ എഫ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 1 മൈനസ് വി ബൈ സി ഡിവൈഡഡ് ബൈ 1 പ്ലസ് വി ബൈ സി എന്ന് ഇക്വേഷൻ എഴുതാം. സോ യുവർ റിലേറ്റിവിസ്റ്റിക് ഡോപ്ലർ ഇഫക്റ്റിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് എഫ് പ്രൈം ഇസ് ഈക്വൽ ടു എഫ് ഇൻറ്റു റൂട്ട് 1 മൈനസ് വി ബൈ സി ഡിവൈഡഡ് ബൈ 1 പ്ലസ് വി ബൈ സി. ഓക്കെ, ഇതാണ് റിലേറ്റിവിസ്റ്റിക് ഡോപ്ലർ ഇഫക്റ്റ് ഫോർമുല. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എഫ് പ്രൈം എന്ന് പറയുന്നത് വിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. വി എന്ന് പറയുന്നത് എന്താ? സോഴ്സും ഒബ്സർവറും തമ്മിലുള്ള റിലേറ്റീവ് സ്പീഡാണ്. സോഴ്സ് ഇങ്ങനെ റെസ്റ്റിലാണ്. ഈ പ്രോബ്ലം നമ്മൾ കൺസിഡർ ചെയ്ത് എങ്ങനെയാണ്? സോഴ്സ് റെസ്റ്റിലും ഒബ്സർവർ എന്ന് പറയുന്നത് ഹി ഈസ് മൂവിങ് വിത്ത് എ വെലോസിറ്റി വി, മൂവിങ് അവേ. അപ്പോൾ ഈ ഫോർമുല എന്ന് പറയുന്നത്
A source is at rest and observer is moving away. അതായത് സോഴ്സും ഒബ്സർവറും അകന്നു പോകുന്ന ഒരു കണ്ടീഷനാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ആ റിലേഷനിൽ ഇതാണ് ഫോർമുല. ഇനി മറ്റൊരു സിറ്റുവേഷൻ വരാം. സോഴ്സും ഒബ്സർവറും അപ്രോച്ച് ചെയ്യുമ്പോൾ, when source and observer are approaching, when source and observer are approaching, അങ്ങനെ അപ്രോച്ച് ചെയ്യുമ്പോൾ നമ്മൾ റീപ്ലേസ് വിനെ മൈനസ് വി വെച്ചിട്ട് റീപ്ലേസ് ചെയ്യാം. വി ബൈ മൈനസ് വി. സോ അതായത് ഇപ്പം ഇങ്ങനെയാണെന്ന് വിചാരിച്ചോ, സോഴ്സ് ഒബ്സർവർ, അവിടെ എക്സാമ്പിളായിട്ട് സോഴ്സ് റെസ്റ്റിൽ കൺസിഡർ ചെയ്യാം, ഒബ്സർവർ ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നു വി. തിരിച്ചും വരാട്ട, സോഴ്സ് മൂവ് ചെയ്യുക, ഒബ്സർവർ റെസ്റ്റിൽ. അപ്പോൾ അവിടെ നമുക്ക് എഫ് പ്രൈം എന്ന് പറയുന്നത് എഫ് ഇൻറ്റു റൂട്ട് 1 പ്ലസ് വി ബൈ സി ഡിവൈഡ് ബൈ 1 മൈനസ് വി ബൈ സി. വിനെ മൈനസ് വി കൊണ്ട് റീപ്ലേസ് ചെയ്യുമ്പോൾ ഇങ്ങനെ വരും. ഓക്കെ, ക്ലിയർ? അപ്പോൾ ഒന്ന് സോഴ്സ് ഒബ്സർവർ മൂവിങ് അവേ ആണ്, ഇത് ഒബ്സർവർ മൂവിങ് ടുവേർഡ്സ് ആണ്. ഇവിടെ പ്രധാന സംഗതി എന്ന് പറയുന്നത് സോഴ്സിന്റെയും ഒബ്സർവറുടെയും ഇൻഡിവിജ്വൽ സ്പീഡിനെ അല്ല ഡിപ്പെൻഡ് ചെയ്യുന്നത്. സോഴ്സും ഒബ്സർവറും തമ്മിലുള്ള റിലേറ്റീവ് സ്പീഡാണ് വി എന്ന് പറയുന്നത്. അപ്പോൾ റിലേറ്റീവ് സ്പീഡ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു റിലേഷൻ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഇത് അപ്രോച്ചിങ് ആണ്, ഇത് മൂവിങ് അവേ ആണ്. ഓക്കെ, ഈ രൂപത്തിൽ നമുക്ക് എക്സ്പ്രഷൻ ചെയ്യാം. ഇത് പല രീതിയിൽ ചെയ്യാം. സോഴ്സ് മൂവ് ചെയ്യുന്നതായിട്ട് നമുക്ക് വേണമെങ്കിൽ ഒബ്സർവർ റെസ്റ്റ് ചെയ്തിട്ട് സോഴ്സ് മൂവ് ചെയ്യുന്നതായിട്ട് പ്രോബ്ലം ഡിസ്കസ് ചെയ്യാം. അല്ലെങ്കിൽ ഒബ്സർവർ സോഴ്സ് റെസ്റ്റിലായിട്ട് ഒബ്സർവർ മൂവ് ചെയ്യുന്നതായിട്ട് പറയാം. പല രൂപത്തിൽ ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യാവുന്നതാണ്. ബേസിക് ഐഡിയ ഇതേ ഉള്ളൂ. ഈ റിലേഷനും നമ്മളുടെ മനസ്സിലുണ്ടാവണമെന്ന് മാത്രമേ ഉള്ളൂ. ഈ റിലേഷൻ എന്ന് പറയുന്നത് മൂവിങ് അവേ ആണ്, ഇത് മൂവിങ് ടുവേർഡ് ആണ്. അപ്പോൾ അത് വെച്ചിട്ട് റിലേഷൻ എഴുതാം. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഫ്രീക്വൻസി ഷിഫ്റ്റ് എന്ന് പറയുന്നത് റിലേറ്റീവ് സ്പീഡ് ബിറ്റ്വീൻ സോഴ്സ് ആൻഡ് ഒബ്സർവറിനെ മാത്രമാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഒരു പ്രോബ്ലം ചെയ്തിട്ട് നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് കിടക്കാം. ഒരു പ്രോബ്ലത്തോടു കൂടി ഈ ലെക്ചർ അവസാനിപ്പിക്കാം. ഇതിൻ്റെ ഒരു എക്സാമ്പിൾ എന്നുള്ള നിലയ്ക്ക് ഒരു പ്രോബ്ലം ചെയ്യാൻ പോവാണ്. ഇതിൻ്റെ ഒരു അപ്ലിക്കേഷൻ എന്നുള്ളത് ഒരു ഗാലക്സി എർത്തിൽ നിന്ന് വളരെ അകന്നു പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് വിചാരിച്ചു. അപ്പോൾ ആ ഗാലക്സിയിൽ നിന്ന് എമിറ്റ് ചെയ്യുന്ന ലൈറ്റിൻ്റെ സ്പെക്ട്രത്തിൻ്റെ വേവ് ലെങ്ത്തിൽ നമ്മൾ എർത്തിൽ നിന്ന് ഒബ്സർവ് ചെയ്യുമ്പോൾ ഒരു ഡോപ്ലർ ഷിഫ്റ്റും കൂടി നമ്മൾ കൺസിഡർ ചെയ്യേണ്ടി വരും. അതാണ് നമ്മളിവിടെ കൈകാര്യം ചെയ്യാൻ പോകുന്നത്. പ്രോബ്ലം: എ ഡിസ്റ്റന്റ് ഗാലക്സി is moving away from Earth at such high speed that blue hydrogen line at a wavelength of 434 nanometer is recorded at 600 nanometer in the red range of Earth. At Earth.
what is the speed of galaxy relative to Earth? ചോദ്യം വളരെ സിമ്പിളാണ്, വളരെ ലളിതമായിട്ടുള്ള ഒരു ഇമ്മീഡിയറ്റ് ആപ്ലിക്കേഷനാണ് റിലേറ്റിവിസ്റ്റിക് ഡോപ്ലർ എഫക്റ്റിൻ്റെ. നമ്മൾ അസ്ട്രോണമിയിലൊക്കെ ഉപയോഗിക്കുന്നതാണ്. ഇത് അർത്ഥാണെന്ന് വിചാരിച്ചു. എർത്തിൽ നിന്നുകൊണ്ട് നമ്മൾ ഒബ്സർവ് ചെയ്യാണ് ഒരു ഗാലക്സി, വളരെ അകലെ ഒരു ഗാലക്സി ഉണ്ടെന്ന് വിചാരിക്കുക. ആ ഗാലക്സി നമ്മളൊരു ഹബിൾ സ്പേസ് ടെലസ്കോപ്പ് ഏതെങ്കിലും ടെലസ്കോപ്പ് ഉപയോഗിച്ച് ഒബ്സർവ് ചെയ്യുമ്പോൾ ആ ഗാലക്സി നമ്മിൽ നിന്ന് അകന്നു പോകുന്നതായിട്ടാണ് ഫീൽ ചെയ്യുന്നത്, മൂവിങ് അവേ. ഓക്കെ, അപ്പോൾ അങ്ങനെ അകന്നു പോകുന്ന ഗാലക്സി എന്ന് പറഞ്ഞാൽ ഒരുപാട് നക്ഷത്രങ്ങളുടെ കൂട്ടമാണ്. നക്ഷത്രത്തിലൊക്കെ ഏറ്റവും മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഹൈഡ്രജൻ ആണ്. അപ്പോൾ ഹൈഡ്രജൻ സ്പെക്ട്രം, അതിന് ചുറ്റുമുള്ള ഹൈഡ്രജൻ ഗ്യാസിൽ കൂടെ ലൈറ്റ് റേഡിയേഷൻ കടന്നു പോകുമ്പോൾ അതിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ലൈറ്റിൽ ഹൈഡ്രജൻ്റെ സ്പെക്ട്രൽ ലൈൻസ് വേവ് ലെങ്ത്തുകളുണ്ട്. അത് അബ്സോർബ് ചെയ്യപ്പെടുകയോ അല്ലെങ്കിൽ ഹൈഡ്രജൻ എമിഷൻ ലൈൻസോ എമിറ്റ് ചെയ്യപ്പെടുന്നുണ്ടോ. അപ്പോൾ അതിലെ വേവ് ലെങ്ത് എന്ന് പറയുന്നത് ബ്ലൂ ലൈനാണ് എന്ന് വിചാരിക്കുക. 434 നാനോമീറ്റർ ആണ് സത്യത്തിൽ ഗാലക്സിയിൽ നിന്ന് പുറത്തേക്ക് വരുന്ന വേവ് ലെങ്ത് ഉള്ളത്. ഹൈഡ്രജന്റെ ബ്ലൂ ലൈനിൽ കാണേണ്ടിയിരുന്ന ഹൈഡ്രജൻ ഗ്യാസിന്റെ ബാൽമർ സീരീസിലുള്ള ബ്ലൂ ലൈനിൽ ഒബ്സർവ് ചെയ്യപ്പെടേണ്ട വേവ് ലെങ്ത് ആയിരുന്നു നമുക്ക് ഡിറ്റക്ട് ചെയ്യേണ്ടിയിരുന്നത്. പക്ഷെ എർത്തിൽ വന്നിട്ട് നമ്മളൊരു സ്പെക്ട്രോസ്കോപ്പ് വെച്ച് ഒബ്സർവ് ചെയ്യുമ്പോൾ അതേ വേവ് ലെങ്ത് നിങ്ങൾക്ക് 600 നാനോമീറ്ററിലുള്ള റെഡ് റേഞ്ചിലുള്ള 600 നാനോമീറ്റർ എന്നൊക്കെ പറയുമ്പോൾ റെഡ് വേവ് ലെങ്ത്തിൽ നിങ്ങൾക്ക് ഒബ്സർവ് ചെയ്യാൻ സാധിക്കും. ഇവിടെ ബ്ലൂ ആയിരുന്ന ഒരു സ്പെക്ട്രം എർത്തിൽ നിന്ന് ഒബ്സർവ് ചെയ്യുമ്പോൾ ഗാലക്സിയിൽ നിന്ന് വരുന്ന ലൈറ്റ് ഇവിടെ ഒബ്സർവ് ചെയ്യുമ്പോൾ റെഡ് ആയിട്ട് കാണുന്നു. അപ്പോൾ ഇവിടുത്തെ വേവ് ലെങ്ത്തും വ്യത്യസ്തമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ തന്നേക്കണത് ലാംഡ തന്നിട്ടുണ്ട്, 464 നാനോമീറ്റർ തന്നിട്ടുണ്ട്. ലാംഡ പ്രൈം എന്ന് പറയുന്നത് 600 നാനോമീറ്റർ തന്നിട്ടുണ്ട്. നിന്നോട് ചോദിച്ചേക്കണത് ആ ഗാലക്സി നമ്മിൽ നിന്ന് അകന്നു പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും വേവ് ലെങ്ത് കൂടുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഫ്രീക്വൻസി കുറയാണ് ചെയ്യുന്നത്. ഇങ്ങോട്ട് വരുന്തോറും വേവ് ലെങ്ത് കൂടുന്നു, അകന്നു പോകും തോറും. അപ്പോൾ എത്ര സ്പീഡിലാണ് ഗാലക്സി മൂവ് ചെയ്യുന്നത്, ഇതാണ് ചോദ്യം. അപ്പോൾ നമുക്ക് നമ്മളുടെ റിലേഷൻ എടുക്കാം. മൂവിങ് എവേ ആണ്. മൂവിങ് എവേ ആയതുകൊണ്ട് സോഴ്സ് മൂവിങ് എവേ ആണ്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ട ഫോർമുല എന്ന് പറയുന്നത് എഫ് പ്രൈം ഇസ് ഈക്വൽ ടു എഫ് ഇൻറ്റു റൂട്ട് 1 - v/c ഡിവൈഡഡ് ബൈ 1 + v/c. ഇതാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. എഫ് പ്രൈം എന്ന് പറയുന്നത് സി ബൈ ലാംഡ പ്രൈം ആണ്. എഫ് എന്ന് പറയുന്നത് സി ബൈ ലാംഡയാണ്. അപ്പോൾ നമ്മൾ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ സി ബൈ ലാംഡ പ്രൈം ഈസ് ഈക്വൽ ടു സി ബൈ ലാംഡ ഇൻറ്റു റൂട്ട് 1 - v/c ഡിവൈഡഡ് ബൈ 1 + v/c. അപ്പോൾ ഈ സിയും വെട്ടിപ്പോവുക. 1 ബൈ ലാംഡ പ്രൈം ഈസ് ഈക്വൽ ടു 1 ബൈ ലാംഡ ഇൻറ്റു റൂട്ട് 1 - v/c ഡിവൈഡഡ് ബൈ 1 + v/c. ഓക്കെ, അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, രണ്ട് ഭാഗത്തും സ്ക്വയർ ചെയ്യാം. സ്ക്വയർ ചെയ്യുമ്പോൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ലാംഡ ഡിവൈഡഡ് ബൈ ലാംഡ പ്രൈം എന്ന് പറയുന്നത് റൂട്ട് 1 - v/c ഡിവൈഡഡ് ബൈ 1 + v/c എന്ന് എഴുതാം. ഒന്ന് സ്ക്വയർ ചെയ്യുമ്പോൾ 1 - v/c ഡിവൈഡഡ് ബൈ 1 + v/c എന്ന് പറയുന്നത് ലാംഡ ഡിവൈഡഡ് ബൈ ലാംഡ പ്രൈം ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. വേണമെങ്കിൽ സൗകര്യത്തിന് വേണ്ടി തലതിരിച്ചിട്ടോ 1 + v/c divided by 1 - v/c is equal to
ലാംഡ പ്രൈം മൈനസ് ലാംഡ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. അപ്പോൾ 1 പ്ലസ് വി ബൈ സി ഡിവൈഡഡ് ബൈ 1 മൈനസ് വി ബൈ സി ഈസ് ഈക്വൽ ടു 600 ഡിവൈഡഡ് ബൈ 434 ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. 600 ഡിവൈഡഡ് ബൈ 434 എന്ന് പറയുമ്പോൾ 1.382 ഹോൾ സ്ക്വയർ വരും. റിസൾട്ട് വിൽ ബി 1.91. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. 1 പ്ലസ് വി ബൈ സി ഡിവൈഡഡ് ബൈ 1 മൈനസ് വി ബൈ സി ഈസ് ഈക്വൽ ടു 1.91. 1 പ്ലസ് വി ബൈ സി ഈസ് ഈക്വൽ ടു 1.91 ഇൻറ്റു 1 മൈനസ് വി ബൈ സി. അപ്പോൾ നമുക്കത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 1.91 മൈനസ് 1.91 വി ബൈ സി. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം. വി ബൈ സി പ്ലസ് 1.91 വി ബൈ സി. രണ്ട് സൈഡും വി ബൈ സി ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നു. 1.91 മൈനസ് വി 1 എന്നെഴുതാം. അപ്പോൾ 0.91 എന്നെഴുതാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം. 2.91 v by c is equal to 0.91. Then you can write v by c is equal to 0.91 divided by 2.91, and this answer will be 0.3127. So v will be is equal to 0.3127 c. ഗാലക്സിയുടെ സ്പീഡ് എന്ന് പറയുന്നത് ഗാലക്സി ഈസ് മൂവിങ് അവേ വിത്ത് ദിസ് സ്പീഡ് റിലേറ്റീവ് ടു എർത്ത്. എർത്തിൽ നിൽക്കുന്ന ഒരു ഒബ്സർവറെ സംബന്ധിച്ചിടത്തോളം ഗാലക്സി ഈ സ്പീഡിൽ ട്രാവൽ ചെയ്യുന്നതായിട്ട് കാണുന്നത്. പലപ്പോഴും ഗാലക്സികളുടെയൊക്കെ സ്പീഡ് ഈ രൂപത്തിലാണ് നമ്മൾ സ്പീഡൊക്കെ നമ്മൾ ഈ ഗ്രാവിറ്റേഷൻ അല്ല എന്താ പറയുക റിലേറ്റിവിസ്റ്റിക് ഡോപ്ലർ ഇഫക്റ്റിൻ്റെ സഹായത്തോടു കൂടിയാണ് പലപ്പോഴും കണ്ടുപിടിക്കാറുള്ളത്. അപ്പോൾ ഒരു ആസ്ട്രോഫിസിക്സിൽ ഒരു ഇമ്മീഡിയറ്റ് ആപ്ലിക്കേഷൻ എന്നുള്ള രീതിയിൽ ഈ പ്രോബ്ലം നമുക്ക് കൈകാര്യം ചെയ്യാവുന്നതാണ്. അപ്പോൾ റിലേറ്റിവിസ്റ്റിക് ഡോപ്ലർ ഇഫക്റ്റ് എന്താണെന്നും അതിൻ്റെ റിലേഷൻ എന്താണെന്നും അതിൻ്റെ ഒരു പ്രോബ്ലവും നമ്മൾ ഈ ഒരു ലെക്ചറിൽ ഡിസ്കസ് ചെയ്തു. അടുത്ത ലെക്ചറിൽ നമ്മൾ ഇനി ലോറൻസ് ട്രാൻസ്ഫോർമേഷൻസ് ആണ് ഉപയോഗിക്കുന്നത്. ലോറൻസ് ട്രാൻസ്ഫോർമേഷൻ എന്താണെന്ന് പറയും. അതിൻ്റെ കോൺസിക്വൻസസ് ആയിട്ടുള്ള ലെങ്ത് കോൺട്രാക്ഷൻ, ടൈം ഡയലേഷൻ, റിലേറ്റിവിസ്റ്റിക് ഡോപ്ലർ എഫക്റ്റ് പോലുള്ള കാര്യങ്ങൾ വീണ്ടും നമ്മൾ കൈകാര്യം ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.